ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇൻവിസിബിൾ മാല. ഇത് കടയിൽ നിന്ന് ഞാൻ മേടിച്ചതാണ്. 160 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. സിമ്പിളായിട്ട് ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചതുപോലത്തെ ഉണ്ടാക്കിയാലോ ഒന്ന്. 160 രൂപയാകത്തില്ല. ഇത് സാധനം വളരെ ചീപ്പ് റേറ്റാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. എൻ്റെ കയ്യിൽ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അധികമായിട്ട് വാങ്ങേണ്ടി വന്നത് ഗിയർ ലോക്കും ഗിയർ വയറും 1-2 ലോക്കറ്റും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി മുത്തും ബീഡ്സും ഒക്കെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. നേരത്തെ ഞാൻ കുലുസൊക്കെ ചെയ്യുമായിരുന്നു. ഈ ലോക്കറ്റ് ഇത് വന്നിട്ട് 4 ലോക്കറ്റാണ്. പാലക്കയുടെ 4 ലോക്കറ്റും നാഗപടത്തിൻ്റെ 4 ലോക്കറ്റുമാണ് ഞാൻ മേടിച്ചത്. എനിക്ക് തോന്നുന്നു ഒരെണ്ണത്തിന് 12-15 രൂപ ആ റേഞ്ചിലേ വരത്തുള്ളൂ. 10 രൂപയ്ക്ക് താഴെയാണെന്ന് തോന്നുന്നു. പിന്നെ ഗിയർ ലോക്കും ഏകദേശം ഒരു 10-20 രൂപ. പിന്നെ ഗിയർ വയർ 30 രൂപയ്ക്കകത്ത്. എല്ലാം കൂടെ 100 രൂപയ്ക്കകത്തേ വരുന്നുള്ളൂ. 160 രൂപയുടെ മാല വാങ്ങിച്ച സ്ഥലത്ത് എനിക്ക് വെറും 100 രൂപയ്ക്ക് താഴെയുള്ള സാധനം കൊണ്ടിട്ട് എനിക്ക് 3-4 ഒക്കെ മാലകളുണ്ടാക്കാം. അപ്പം നമുക്ക് ഞാനിപ്പോൾ ഉണ്ടാക്കി കാണിക്കുന്നത് പാലക്കയുടെ ലോക്കറ്റാണ്. ഇത് ഞാനെടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ട്രഡീഷണൽ ഇപ്പോൾ ഓണവും കൂടെ അല്ലേ, അപ്പോൾ വിചാരിച്ചു പാലക്കയുടെ ഒരു സെറ്റ് ഉണ്ടാക്കാമെന്ന്. ഇത് ഗിയർ ലോക്ക്. ഇതിലിപ്പോൾ നമുക്ക് ഇത്തിരി ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നത് ഗിയർ ലോക്ക് ഒന്ന് കറക്റ്റായിട്ട് ലോക്ക് ചെയ്യുന്ന അത് മാത്രമേ നമുക്കൊരു ഇച്ചിരി ടഫായിട്ട് തോന്നുള്ളൂ. കാരണം ഗിയർ ലോക്ക് നല്ല രീതിയിലല്ല കൊടുത്തിരുന്നെങ്കിൽ അത് ഇളകിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അത് മാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് പൊസിഷൻ മാറിപ്പോവും ലോക്കറ്റിൻ്റെയും മുത്തുകളുടെയൊക്കെ. അപ്പം ഗിയർ ലോക്ക് ചെയ്യണം മാത്രം നമ്മളിതിൽ ഇച്ചിരി കാര്യമായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയുള്ളൂ. ബാക്കിയെല്ലാം നോർമൽ നമ്മൾ മുത്തുമാല ഒരുക്കുന്നത് പോലെ നമുക്ക് ഈ മാല കോർത്തെടുക്കാം. എനിക്ക് ഇത് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുള്ള ഇതിൽ ഞാൻ 3 ലോക്കറ്റ് വരുന്ന ഒരു മാലയും സിംഗിളിൻ്റെ ഒരെണ്ണമാണ് ഉണ്ടാക്കിയത്. എനിക്കിഷ്ടപ്പെട്ടു അത് ആ ഒരു മാല. അപ്പോൾ അതേ മോഡൽ തന്നെയാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഇൻവിസിബിളിൻ്റെ ഇത് ഒറ്റ ലോക്കറ്റ് വരുന്നത്. സെൻറ്ററിൽ ഒറ്റ ലോക്കറ്റ് മാത്രം കൊടുത്തുകൊണ്ട് 2 ബീഡ്സും കൊടുത്ത് ബാക്കിൽ നമുക്ക് ലോക്ക് കൊടുക്കുക. ഒന്നുകിൽ നമുക്ക് എസ് ഹുക്കോ അല്ലെങ്കിൽ ഫിഷ് ഹുക്കോ കൊടുത്ത് തന്നെ ലോക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് എക്സ്റ്റൻഷൻ കൊടുക്കുന്ന വയറിൽ കൊടുത്താലും നമുക്ക് അറ്റാച്ച് ചെയ്തിടാവുന്നതാണ്. ആ രീതിയിലാണ് ഞാനിതിപ്പോൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതെൻ്റെ പഴയ ഒരു കമ്മലാണ്. നല്ല കമ്മൽ. എനിക്ക് കളയാൻ മനസ്സിലായിരുന്നു. അത് ഒന്നും നശിച്ചിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതിനെയും ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുത്താലോ എന്ന് വിചാരിച്ചു. ഇതിനെയും ഒരു അഡിയലിൻ്റെ രൂപത്തിൽ തോന്നിക്കുന്ന രീതിയിലുള്ളൊരു കമ്മലാണ്. അപ്പോൾ വിചാരിച്ചു ഇതിനെയും ഒറ്റ സിംഗിൾ പീസായിട്ട് ഒരു സിംഗിൾ ലോക്കറ്റായിട്ട് കൊടുത്ത് അഡിയൽ രൂപത്തിൽ മേക്ക് ചെയ്തെടുത്തതാണിത്. അപ്പോൾ ഇത് എനിക്കിഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട്. ഒരു ട്രഡീഷണൽ ലുക്കൊക്കെ തോന്നിക്കുന്ന രീതിയിലുള്ളത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ കമ്മൽ കമ്മലായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഹാങ്ങിങ് വന്നിട്ട് പൊട്ടിപ്പോയതാണ്. അങ്ങനെയാണ് ഞാൻ മാലയായിട്ട് ഉണ്ടാക്കുന്നത്. ഞാൻ മാലയും കുലുസുമൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചതിന് ശേഷമാണ്. ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി പഠിച്ചത്, അല്ലാതെ ഒരു പ്രൊഫഷണലായിട്ട് പഠിച്ചൊന്നും ചെയ്യുന്നതല്ല. എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത്, ഇഷ്ടത്തിൻ്റെ പുറത്ത് ഞാനിത് ചെയ്യുന്നതാണ്. ഇത് ഞാൻ മോൾക്ക് അമ്പലത്തിൽ പോകാനായിട്ട് റെഡിയായപ്പോൾ ഈ മാല ഇട്ട് കൊടുക്കുകയാണ്. തലേദിവസം രാത്രിയിൽ ഉണ്ടാക്കിയ മാലയാണ്. പിറ്റേ ദിവസം അമ്പലത്തിൽ പോകാനായിട്ട് ഈ ബ്രേസ്ലെറ്റ് ഞാൻ കടയിൽ നിന്ന് മേടിച്ച് ഉണ്ടാക്കിയതാണ്. ഇതും മീറ്റർ കണക്കിന് വാങ്ങിച്ചാണ് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിക്ചർ ഉൾപ്പെടുത്തുകയാണ്. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയ നാഗപടത്തിൻ്റെയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട് ലൈക്ക് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.